ഹായ് ഹലോ എല്ലാവർക്കും എൻട്രി ആപ്പിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മുഹമ്മദ് അഷ്ഫാഖ്. നമ്മൾ ഇന്ന് മെയിനായിട്ട് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ് ടൈപ്സും പിന്നെ ഡോക്യുമെൻറ്റ് നമ്പർ റേഞ്ചസും എന്നാണ്. നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാകും ഡോക്യുമെൻറ്റ് ടൈപ്സ് ആൻഡ് ഡോക്യുമെൻറ്റ് നമ്പർ റേഞ്ചസ്. എക്സാമ്പിളായിട്ട് പറയണമെങ്കിൽ നമുക്കിപ്പോൾ കമ്പനിയിൽ ട്രാൻസാക്ഷൻസിന് നമുക്ക് കുറേ രീതിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. അതായത് കസ്റ്റമേഴ്സിൻ്റെ, വെൻഡേഴ്സിൻ്റെ നോർമലായിട്ടുള്ള ട്രാൻസാക്ഷൻസ്, GL ട്രാൻസാക്ഷൻ, പിന്നെ വരുന്നതാണ് നമ്മുടെ അസറ്റ് ട്രാൻസാക്ഷൻസ്. ഇതിനെല്ലാം നമുക്ക് SAPയിലേക്ക് പല പല ഡോക്യുമെൻറ്റ്സ് ആയിട്ടാണ് സേവ് ചെയ്യുന്നത്. ഈ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് അതിന് നമുക്ക് നമ്പർ റേഞ്ചസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. എന്തിനാണ് നമ്പർ റേഞ്ച് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും അതിന് അവിടെ ഓരോ നമ്പേഴ്സ് അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഏത് നമ്പർ റേഞ്ച് ആണ് അവിടെ ആഡ് ചെയ്ത് കൊടുത്തത് അതിനനുസരിച്ച് അവിടെ എന്താവും, ഓരോ ഡോക്യുമെൻറ്റ് ടൈപ്സിനെ ബേസ് ചെയ്ത് അവിടെ നമ്പർ റേഞ്ച് ഓരോ ട്രാൻസാക്ഷൻ, ഇപ്പോൾ ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ 1, ദെൻ നമ്പർ 2, അങ്ങനെ നമുക്കൊരു കമ്പനിയിൽ എന്ന് പറയുമ്പോൾ 1 അല്ല 100 അല്ല പല ഒരു 10,000 അല്ലെങ്കിൽ ലാക്സ് ഓഫ് ട്രാൻസാക്ഷൻസ് അവിടെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ഡോക്യുമെൻറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് നമ്മൾ അവിടെ ഡോക്യുമെൻറ്റ് ടൈപ്സ് അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, SAPയിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് ഡോക്യുമെൻറ്റ് ടൈപ്സ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതിന് വേണ്ടിയിട്ട് SAPയിൽ നിന്ന് തന്നെ നമുക്ക് T കോഡ് ഉപയോഗിച്ചൊന്ന് ലോഗിൻ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ദെൻ ഡോക്യുമെൻറ്റ് ടൈപ്സ് കാണാനായിട്ടുള്ള T കോഡാണ് OBA7. ഓക്കെ, /OBA7 ഞാൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഡോക്യുമെൻറ്റ് ടൈപ്സിൻ്റെ ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കിവിടെ നോക്കിയാൽ അറിയാം കസ്റ്റമേഴ്സിന് വരുന്ന ഡോക്യുമെൻറ്റ് ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം D വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇവിടെ കസ്റ്റമേഴ്സിൻ്റെ ക്രെഡിറ്റ് D വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എല്ലാം. കസ്റ്റമർ ഡോക്യുമെൻറ്റ്, കസ്റ്റമർ ക്രെഡിറ്റ് മെമ്മോ, കസ്റ്റമർ ഇൻവോയ്സ്, കസ്റ്റമർ പേയ്മെൻറ്റ്, ഇങ്ങനെ D വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം ഏതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും? കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് മെയിനായിട്ട് SAPയിൽ വരുന്നത്. പിന്നെ അതുപോലെ ഇനി വെൻഡേഴ്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ, വെൻഡേഴ്സ് ആരാണെന്നറിയാലോ, നമ്മളിപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്താൽ, ഞാനിപ്പോൾ ABC എന്ന് പറയുന്ന കമ്പനിയുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്താൽ ABC ആയിരിക്കും എൻ്റെ വെൻഡർ. അവിടെ വരുന്ന ട്രാൻസാക്ഷൻ എല്ലാം വെൻഡേഴ്സിൻ്റെ ട്രാൻസാക്ഷന് വരുന്ന ഡോക്യുമെൻറ്റ് ടൈപ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് K വെച്ചിട്ടുള്ളതായിരിക്കും. അതായത് നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഏതൊക്കെയാണ്. വെൻഡർ ഡോക്യുമെൻ്റ് ഉണ്ട്, വെൻഡർ ഡെബിറ്റ് മെമ്മോ ഉണ്ട്, KG, KK, KN, KR, KZ, വെൻഡർ പേയ്മെൻറ്റ്, വെൻഡേഴ്സ് നമ്മൾ ക്യാഷ് കൊടുക്കുന്ന വരുന്ന ഡോക്യുമെൻറ്റ് ടൈപ്പാണ് KZ എന്ന് പറയുന്നത്. വെൻഡേഴ്സിൻ്റെയും കസ്റ്റമേഴ്സിൻ്റെയും ഇപ്പോൾ പഠിച്ചില്ലേ ഏതൊക്കെയാണ്? കസ്റ്റമേഴ്സിൻ്റെ D വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതും വെൻഡേഴ്സിൻ്റെ K വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി അസറ്റിൻ്റെ ട്രാൻസാക്ഷൻസ് വരുമ്പോൾ നമുക്ക് മെയിനായിട്ട് വരുന്നതാണ് A വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഡിപ്രിസിയേഷൻ, പിന്നെ ക്യാപിറ്റൽ റിസീവ്ഡ്, ഡിപ്രിസിയേഷൻ, അങ്ങനെ അസറ്റ് ക്രെഡിറ്റ് മെമ്മോ, ഇങ്ങനെ A വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം നമ്മുടെ കമ്പനിയിലുള്ള അസറ്റ്സിൻ്റെ ട്രാൻസാക്ഷൻസ് വരുമ്പോഴാണ്. അസറ്റിൻ്റെ ട്രാൻസാക്ഷൻസ് കുറേ ഉണ്ടാവരെ, അതിൻ്റെ ഡിപ്രിസിയേഷൻസ് നമുക്ക് കളക്ട് ചെയ്യണം, അതിൻ്റെ മൈനസ് ചെയ്യണം, അതിൻ്റെ വാല്യൂ നമുക്ക് എത്രയുണ്ടെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയുള്ള അസറ്റിൻ്റെ ട്രാൻസാക്ഷൻസ് എല്ലാം ചെയ്യുന്നത് A വെച്ചിട്ടുള്ള ഡോക്യുമെൻറ്റ് ടൈപ്പ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, ദെൻ ഒരു കമ്പനിയുടെ ഉള്ളിൽ തന്നെ വരുന്ന ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ് ടൈപ്പ് ഏതാണ്? S വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതായത് കമ്പനിയിൽ വരുന്ന നോർമൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, സാലറി കൊടുക്കുക, റെൻറ്റ് കൊടുക്കുക, പിന്നെ കമ്മീഷൻ നമുക്ക് റിസീവ് ചെയ്യുക, ഇങ്ങനത്തെ ഉള്ള ട്രാൻസാക്ഷൻ എല്ലാം ചെയ്യുന്നത് ഏത് ഡോക്യുമെൻറ്റ് ടൈപ്പ് വെച്ചിട്ടായിരിക്കും? S വെച്ചിട്ടായിരിക്കും. ഓക്കെ, നമുക്ക് ഇങ്ങനെ പല പല ഡോക്യുമെൻറ്റ് ടൈപ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഓരോ ഡോക്യുമെൻറ്റ് ടൈപ്സിനും ഓരോ നമ്പേഴ്സ് അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്പർ റേഞ്ചസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, നോർമൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ വന്നത് S വെച്ചിട്ടായിരിക്കും. ഇപ്പോൾ S എന്ന് പറയുന്ന ഡോക്യുമെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ 1 to 1000 വരെയും നമ്പർ റേഞ്ച് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവിടെ വരുന്നത് 1 മുതൽ 1000 വരെയുള്ള ട്രാൻസാക്ഷൻസ്, അതായത് ഈ SAൻ്റെ ഉള്ളിൽ എനിക്ക് 1000 ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ 10,000 ആണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഇവിടെ SA എന്ന് പറയുന്ന നോർമൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് എനിക്ക് അവിടെ എത്ര എണ്ണം ചെയ്യാൻ പറ്റും? ഒരു കമ്പനിയുടെ ആ ഒരു ഇയറിൻ്റെ ഉള്ളിൽ എനിക്ക് 10,000 ട്രാൻസാക്ഷൻസ് എനിക്ക് അവിടെ ചെയ്യാൻ പറ്റും. ഇനി എനിക്കത് 1 lakh ആക്കി കൊടുക്കാം. അതെങ്ങനെയാണ് ചെയ്യണതെന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇനി ഓൾസോ കസ്റ്റമറിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു D വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കസ്റ്റമറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓൾറെഡി 1 to 1000 ഞാനിപ്പോൾ Sന് കൊടുത്തെങ്കിൽ ഇനിയിപ്പോൾ നെക്സ്റ്റ് കൊടുക്കേണ്ടത് 1001 to 2000. ഓക്കെ, 1001 മുതൽ 2000 വരെ ഞാൻ അവിടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് എത്ര ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും? 1000 ട്രാൻസാക്ഷൻസ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മൾ വെൻഡേഴ്സിന് വേണ്ടിയിട്ട് K യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി 2000 വരെ കൊടുത്തു. ദെൻ നെക്സ്റ്റ് 2001 to
3000 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, 1000 ട്രാൻസാക്ഷൻസ് വെൻഡേഴ്സിനും ചെയ്യാൻ പറ്റും. സോ ഇത് ചെയ്യണം, എത്ര ട്രാൻസാക്ഷൻസ് നമ്മുടെ കമ്പനിയിൽ വരും എന്നൊക്കെ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് ഡോക്യുമെൻറ്റ് നമ്പർ റേഞ്ച് അവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. സോ ഡോക്യുമെൻറ്റ് നമ്പർ റേഞ്ച് ആഡ് ചെയ്യാനായിട്ട് നമുക്കൊരു T കോഡ് ഉണ്ട്. സോ ആ T കോഡ് ഞാൻ പറഞ്ഞുതരാം. FBN1 ആണ് ഡോക്യുമെൻറ്റ് നമ്പർ റേഞ്ച് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള T കോഡ്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ് ടൈപ്സ് കാണാനുള്ളത് ഏതായിരുന്നു? OBA7 ആണ് ഡോക്യുമെൻറ്റ് ടൈപ്സ് കാണാനായിട്ടുള്ളതും. ഇനി ഡോക്യുമെൻറ്റ് ടൈപ്സിന് ഡോക്യുമെൻറ്റ് നമ്പർ റേഞ്ചസ് ആഡ് ചെയ്ത് കൊടുക്കാൻ യൂസ് ചെയ്യുന്നതാണ് ഇത് FBN1. ഓക്കെ, സോ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഞാൻ അവിടെ /FBN1 ഓപ്പൺ ചെയ്തു. അപ്പോൾ ചോദിക്കുന്നത് എൻ്റെ കമ്പനി കോഡാണ് ചോദിച്ചേക്കുന്നത്. സോ നിങ്ങൾക്ക് ഓൾറെഡി കമ്പനി കോഡ് ഉണ്ടാവുമല്ലോ. സോ കമ്പനി കോഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണത്, കമ്പനി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണത് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സോ ഞാൻ എൻ്റെ കമ്പനി കോഡ് അവിടെ കൊടുത്തതിന് ശേഷം ചേഞ്ച് ഇൻ്റർവെൽസ് കൊടുത്തു കഴിയുമ്പോൾ ഞാനിവിടെ ആകെ 01, അതായത് SA മാത്രമാണ് ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. എത്രയാ? 1 മുതൽ 100 വരെ. ഓക്കെ, അപ്പോൾ എനിക്ക് അവിടെ 100 ട്രാൻസാക്ഷൻസ് ആണ് നോർമൽ ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കത് അവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. എനിക്ക് ഇവിടെ 100 മാറ്റിയിട്ട് ഇവിടെ 1000 ആക്കി കൊടുക്കാം. ഓക്കെ, സോ ഞാൻ അവിടെ 1000 കൊടുത്ത് Ctrl+S കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ഇനി 01 എന്ന് പറയുന്നത് ഏത് ഡോക്യുമെൻറ്റ് ടൈപ്പിനാണോ അസൈൻ ചെയ്തേക്കുന്നത് അതിന് വേണ്ടിയിട്ട് എനിക്ക് അവിടെ 1000 ട്രാൻസാക്ഷൻസ് എനിക്ക് അവിടെ ചെയ്യാൻ പറ്റും. ഇനി എനിക്ക് 01 മാത്രം പോലെ നമ്മൾ പഠിച്ചതുപോലെ കസ്റ്റമേഴ്സിനും വെൻഡേഴ്സിനൊക്കെ വേണ്ടേ. സോ അവർക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. പ്ലസ് ക്ലിക്ക് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് അവിടെ നെക്സ്റ്റ് നമ്പർ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ 01 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ചിലപ്പോൾ വരാം 02 ആകാം, 03 ആകാം, അല്ലെങ്കിൽ 15 ആകാം, 16 ആകാം, 17 ആകാം. നമ്മൾ ഏതാണോ ഓരോ ഡോക്യുമെൻറ്റ് ടൈപ്സിന് അസൈൻ ചെയ്ത് കൊടുത്തേക്കുന്ന നമ്പർ അത് യൂസ് ചെയ്ത് വേണം ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, സോ ഞാനിവിടെ 01 കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ 15 ആണ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ 15 കൊടുത്തു. നമുക്കിവിടെ മെയിനായിട്ട് 01 to 20 ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ ഡോക്യുമെൻറ്റ് ടൈപ്സ് നമ്മൾ നേരത്തെ കണ്ടില്ലേ, ആ ഒരു പേജിൽ നിന്ന് തന്നെ നമുക്ക് അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാനും പറ്റും. ദെൻ 15 കൊടുത്തു. ദെൻ ഇയർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഇയർ 2024 കൊടുത്തു. ദെൻ ഇപ്പോൾ കറൻറ്റ് ഇയർ ഏതാണോ, അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ഏതാണോ ഫോളോ ചെയ്യുന്നത് അത് തന്നെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഏപ്രിൽ ടു മാർച്ച് ആയതുകൊണ്ട് ഏപ്രിൽ മുതൽ മാർച്ച് വരെ നമുക്കിപ്പോൾ 2024 തന്നെയാണ് കൊടുക്കേണ്ടത് അല്ലേ. സോ ഞാൻ അവിടെ നമ്പർ കൊടുത്തു, ഇയർ കൊടുത്തു. ഇനി ഫ്രം നമ്പർ കൊടുക്കുമ്പോൾ 1 to 1000 ഓൾറെഡി 01 കൊടുത്തത് കാരണം ഞാനിവിടെ ഏത് കൊടുക്കണം? ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഏതായിരുന്നു? 1000 വരെ കൊടുത്ത കാരണം നെക്സ്റ്റ് 1001 to 2000. ദെൻ എനിക്കിനി ഒരെണ്ണം കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിൽ ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് പ്ലസ് പോലെ. അതുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് അവിടെ നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വരും. സോ ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് 16 കൊടുത്തു, ഇയർ കൊടുത്തു. ദെൻ ലാസ്റ്റ് ഇവിടെ കൊടുത്തത് 2000 വരെയാണ്. അതിന് ഞാൻ അവിടെ 2000 വരെ ആയതുകൊണ്ട് 2001 to 3000 ആക്കി. ഓക്കെ, ഇനി എനിക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3001 to 4000 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഓർഡറിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് പോവാം. ഇത് നമ്മൾ ഓരോ ഇയറിലും ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. കാരണം ഓരോ ഇയറിലും വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ് നമ്പർ റേഞ്ചസ് ആണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഇത്രയും കൊടുത്തതിന് ശേഷം Ctrl+S കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ അത്യാവശ്യമായിട്ടുള്ളതിനെല്ലാം ഞാനിവിടെ നമ്പർ റേഞ്ചസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ട്രാൻസാക്ഷൻ ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ അടുത്ത് എറർ വരെയാണ്. ഇപ്പോൾ ഇവിടെ 14 എന്ന് പറയുന്നത് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ആ 14 അവിടെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു FBN1 വന്ന് പ്ലസ് കൊടുത്തതിന് ശേഷം 14 അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. 14 ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ഏത് നമ്പറാണ് കൊടുക്കേണ്ടത്? 4000 വരെയാണ് ലാസ്റ്റ് കൊടുത്തത് അല്ലേ. ദെൻ അവിടെ 4001 to 5000 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഓർഡറിൽ തന്നെ പോവാം. ഞാൻ Ctrl+S കൊടുത്ത് സേവ് ചെയ്യാം. ഇനി ഞാൻ നേരത്തെ എടുത്ത OBA7 നമ്മൾ തിരിച്ച് വരികയാണ്. തിരിച്ച് വന്നു കഴിഞ്ഞ് ജനറൽ ട്രാൻസാക്ഷൻസിന് ഏത് നമ്പറാണ് കൊടുത്തേക്കണേ എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കണ്ടോ നമ്പർ റേഞ്ച് ജനറൽ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് 01 ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അങ്ങനെ ഓരോ ഡോക്യുമെൻറ്റ് ടൈപ്സിനും ഓരോ നമ്പർ റേഞ്ചസ് അവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. ഈ കസ്റ്റമർ ഇൻവോയ്സിന് വേണ്ടിയിട്ട് DR എന്നുള്ളതാണ്. അതിന് കൊടുത്തേക്കുന്ന നമ്പർ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 ആണ്. സോ ഓരോ ഡോക്യുമെൻറ്റ് ടൈപ്സും നമ്മൾ ഏത് ട്രാൻസാക്ഷൻ ആണോ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഡോക്യുമെൻറ്റ് നമ്പർ റേഞ്ചസ് അവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് അവിടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. സോ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് അവിടെ ഓരോ ട്രാൻസാക്ഷനും ഓരോ നമ്പേഴ്സ് അവിടെ സ്പെസിഫൈ ചെയ്ത് വരും. ഓക്കെ, നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത നമ്പറിൻ്റെ ബേസിൽ ഇങ്ങനെയാണ് ഡോക്യുമെൻറ്റ് ടൈപ്സും ഡോക്യുമെൻറ്റ് നമ്പർ റേഞ്ചസും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. സോ ഇതൊരു കോൺഫിഗറേഷൻ ലെവൽ സ്റ്റെപ്പാണ് SAPയിൽ നമ്മളിപ്പോൾ ട്രാൻസാക്ഷൻസ് എല്ലാം ചെയ്യുന്നത്. മെയിനായിട്ട് ഫിനാൻസുകാരാണ് ഇത് യൂസ് ചെയ്യുന്നത്.
ഇന്ന് പറഞ്ഞതെല്ലാം ഏകദേശം ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.